അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 28 ചൊവ്വാഴ്ച. സംസ്ഥാനത്ത് കടുത്ത വൈദ്യുതി പ്രതിസന്ധി. പുറത്തുനിന്ന് 250 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി നടപ്പാക്കാനായില്ല. KEB പവർ എക്സ്ചേഞ്ചിനെ സമീപിച്ചെങ്കിലും വൈദ്യുതി കിട്ടാനില്ല. രാത്രി അരമണിക്കൂർ വൈദ്യുതി നിയന്ത്രണം അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ഇന്ന് ഉന്നതതല യോഗം ചേരും. അതേസമയം സംസ്ഥാനത്ത് അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് തുടരുകയാണ്. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര ദുരന്തത്തിൽ മരിച്ച 4 പേരെ കൂടി തിരിച്ചറിഞ്ഞു. ചിതറിത്തെറിച്ച ശരീരഭാഗങ്ങൾ DNA പരിശോധനയിലൂടെയാണ് തിരിച്ചറിഞ്ഞത്. പുത്തൂർക്കര സ്വദേശി അഭിജിത്ത്, മനക്കുടി സ്വദേശി വിഷ്ണു വിനോദ്, തൃശൂർ കോട്ടപ്പുറം സ്വദേശി ഗിരീഷ്, തെക്കുംകര സ്വദേശി സുരേഷ് എന്നിവരാണ് മരിച്ചത്. ശരീരഭാഗങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇന്ന് ദളിത് സംഘടനകളുടെ ഹർത്താൽ. വാഹനങ്ങൾ തടയില്ല, കടകൾ തുറക്കുമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റും എറണാകുളം ജില്ലാ പ്രസിഡന്റുമായ PC ജേക്കബ് വ്യക്തമാക്കി. നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത കേസിൽ കോടതി മുൻകൂർ ജാമ്യം നൽകിയ 2ാം പ്രതി ഡോക്ടർ സംഗീത നമ്പ്യാർ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരായി ജാമ്യമെടുത്തു. കണ്ണൂർ ACPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൊഴി രേഖപ്പെടുത്തിയത്. ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായി മുസ്ലിം ലീഗ് ആദ്യഘട്ടത്തിൽ നിർമ്മിച്ച 51 വീടുകളിൽ ഗൃഹപ്രവേശം നടന്നു. 3 കിടപ്പുമുറികളോട് കൂടിയ വീടും 8 സെന്റ് ഭൂമിയുമാണ് കൈമാറിയത്. ഇനിയുള്ള 54 വീടുകൾ സെപ്റ്റംബറോടെ കൈമാറുമെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചു. ബിഗ് ബോസ് താരവും നടനുമായ ഷിയാസ് കരീമിനെതിരെ ലൈംഗിക ചൂഷണ പരാതിയിൽ പാലാരിവട്ടം പോലീസ് കേസെടുത്തു. പ്രണയം നടിച്ച് 49 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാരോപിച്ച് പ്രവാസി വ്യവസായിയായ യുവതിയുടെ പരാതിയിലാണ് കേസ്. മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ വാഹനം കല്ലമ്പലം ദേശീയപാതയിലെ വെയിലൂരിൽ സ്വിഫ്റ്റ് കാറുമായി കൂട്ടിയിടിച്ചു. ഇടിച്ച കാറിനെയും മദ്യലഹരിയിൽ വാഹനമോടിച്ച ഡ്രൈവറെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വാഹനങ്ങളുടെ വേഗത കുറവായതിനാൽ വാഹനങ്ങൾക്കും വലിയ കേടുപാടുകളില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വയറുവേദനയ്ക്ക് സ്കാനിംഗ് നടത്തിയ ചെറുപ്പക്കാരന്റെ പരിശോധനാ ഫലത്തിൽ ഗർഭപാത്രം. കഴക്കൂട്ടം സ്വദേശിയായ ഷിഹാസിന്റെ സ്കാനിംഗ് റിപ്പോർട്ടിലാണ് ഗുരുതര പിഴവ് കടന്നുകൂടിയത്. പിഴവ് ചൂണ്ടിക്കാട്ടിയപ്പോൾ റിപ്പോർട്ട് ജീവനക്കാർ കീറിക്കളഞ്ഞുവെന്ന് ഷിഹാസ് ആരോപിച്ചു. സംസ്ഥാനത്ത് 2ഇടത്ത് തെരുവുനായ ആക്രമണം. തൃശൂർ, കണ്ണൂർ ജില്ലകളിലാണ് കുട്ടികളെ തെരുവുനായ ആക്രമിച്ചത്. തൃശൂർ ദേശമംഗലത്ത് ഈസ്റ്റ് പല്ലൂർ നമ്പ്രം പ്രദേശത്തെ പൂവാരത്തുടി വീട്ടിൽ മുസ്തഫയുടെ 4 വയസ്സുകാരനായ മകൻ മുഹമ്മദ് ലാസിലിനെയാണ് തെരുവുനായ കടിച്ചത്. കണ്ണൂർ വിളക്കോട്ടൂരിലെ തെരുവുനായ ആക്രമണത്തിൽ 3 കുട്ടികൾക്ക് കടിയേറ്റു. വിദ്യാർത്ഥികളായ ദേവാത്മിക, ധനശ്യാം, മുഹമ്മദ് റബി എന്നിവർക്കാണ് കടിയേറ്റത്. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്തിനടുത്ത് എളേരിത്തട്ടിൽ മൂർഖൻ പാമ്പിന്റെ കടിയേറ്റ 4 വയസ്സുകാരിയുടെ നില ഗുരുതരം. എളേരിത്തട്ട കുറുവാട്ട് ശരത് അജിത ദമ്പതികളുടെ മകൾ ഋതുചന്ദ്രയ്ക്കാണ് കടിയേറ്റത്. പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ICUവിൽ ചികിത്സയിലാണ്. ഗവർണറുടെ സാന്നിധ്യത്തിൽ പ്രകാശനം ചെയ്യാനിരുന്ന ചട്ടമ്പി സ്വാമിയുടെ ജീവചരിത്ര കാവ്യത്തിന്റെ അച്ചടി സംസ്കൃത സർവകലാശാലയുടെ അനുമതിയില്ലാതെ സ്വകാര്യ പ്രസിനെ ഏൽപ്പിച്ചതായി കണ്ടെത്തി. സാധാരണ അച്ചടി ജോലി സർവകലാശാല പ്രസിനോ സർക്കാരിന്റെ ആപ്റ്റിനോ ആണ് നൽകാറുള്ളത്. ആലുവയിലെ സ്വകാര്യ സ്ഥാപനത്തെ അച്ചടിക്ക് നിയോഗിക്കുകയും പബ്ലിക്കേഷൻ ഓഫീസർ ലിസി മാത്യു അഡ്വാൻസ് തുക കൈപ്പറ്റുകയും ചെയ്തെന്നും കണ്ടെത്തിയിട്ടുണ്ട്. കുംഭമേള വൈറൽ പെൺകുട്ടിയുടെ വിവാഹത്തിന് പങ്കെടുത്ത രാഷ്ട്രീയ നേതാക്കളെ പ്രതിയാക്കണമെന്ന സ്വകാര്യ ഹർജി തിരുവനന്തപുരം പോക്സോ കോടതി സ്റ്റേ ചെയ്തു. പ്രായപൂർത്തിയായിട്ടില്ലെന്ന കേസിൽ മധ്യപ്രദേശ് പോലീസിനോട് കോടതി വിശദീകരണം തേടി. അതേസമയം വിവാഹത്തിന് പെൺകുട്ടിക്ക് 18 വയസ്സായെന്നും പെൺകുട്ടിയുടെ സഹോദരന്റെ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് വീട്ടുകാർ വ്യാജരേഖയുണ്ടാക്കിയെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു.
നാഗർകോവിൽ യാർഡിലെ റെയിൽപാലം അറ്റകുറ്റപ്പണികൾ കാരണം ഏപ്രിൽ 29-30 തീയതികളിൽ കന്യാകുമാരിക്കും നാഗർകോവിലിനും ഇടയിലുള്ള ചില ട്രെയിൻ സർവീസുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. കൂടാതെ ഉത്തരേന്ത്യയിലെ പുതിയ പാത നിർമ്മാണം കാരണം കേരളത്തിൽ നിന്നുള്ള രപ്തിസാഗർ എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾ ജൂൺ ജൂലൈ മാസങ്ങളിൽ വഴിതിരിച്ചുവിടും. ജോസഫ് സ്റ്റാലിനെതിരെയുള്ള ലേഖനത്തിൽ വിശദീകരണവുമായി സിപിഐ നേതാവും തിരൂരങ്ങാടി സ്ഥാനാർത്ഥിയുമായ അജിത് കൊളാടി. കൃത്യമായ ബോധ്യത്തിലാണ് സ്റ്റാലിനെ കൊലപാതകങ്ങളുടെ ചക്രവർത്തി എന്ന് വിശേഷിപ്പിച്ചതെന്ന് അജിത് കൊളാടി പറഞ്ഞു. അജിത് കൊളാടിയുടേത് പാർട്ടി നിലപാടാണെന്നും സ്റ്റാലിന്റെ ചിത്രം ഓഫീസുകളിൽ വെക്കാറില്ലെന്നും സിപിഐ മലപ്പുറം ജില്ലാ സെക്രട്ടറി പി കെ കൃഷ്ണദാസും പറഞ്ഞു. പറമ്പിൽ കളിച്ചുകൊണ്ടിരുന്ന 15-കാരന് പാമ്പുകടിയേറ്റു. വട്ടപ്പാറ കുറ്റിയാണി തെങ്ങുംപണ വീട്ടിൽ ജഗദീഷിന്റെ മകൻ അഭിനവിനാണ് കടിയേറ്റത്. മംഗളൂരു പ്രഷർ കുക്കർ സ്ഫോടന കേസിൽ പ്രതി മുഹമ്മദ് ഷരീഖിനെ 10 വർഷം തടവിന് ശിക്ഷിച്ച് ബംഗളൂരു പ്രത്യേക കോടതി. 2022 നവംബർ 19-ന് കദ്രി മഞ്ജുനാഥ ക്ഷേത്രത്തിൽ ബോംബ് വയ്ക്കാൻ കുക്കറിൽ ഒളിപ്പിച്ച സ്ഫോടക വസ്തു ഓട്ടോറിക്ഷയിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു. പ്രതി കേരളത്തിൽ ആലുവയിൽ ഉൾപ്പെടെ താമസിച്ചെന്ന് കണ്ടെത്തിയിരുന്നു. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ പുനരധിവാസത്തിന് താലൂക്ക് തലത്തിൽ പദ്ധതികൾ വേണമെന്ന് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് തമിഴ്നാട് സർക്കാരിനോട് ഉത്തരവിട്ടു. പൊതുവിടങ്ങളിൽ തിരസ്കരിക്കപ്പെടുന്ന ഇക്കൂട്ടർക്ക് സംരക്ഷണം നൽകാൻ സർക്കാരിന് ബാധ്യതയുണ്ടെന്ന് ജസ്റ്റിസ് കെ രാമകൃഷ്ണൻ ഉത്തരവിൽ വ്യക്തമാക്കി. മുൻ കേന്ദ്രമന്ത്രിയും ബിജെപി നേതാവുമായ ദിനേശ് ത്രിവേദിയെ ബംഗ്ലാദേശിലെ അടുത്ത ഇന്ത്യൻ ഹൈക്കമ്മീഷണറായി കേന്ദ്ര സർക്കാർ നിയമിച്ചു. പ്രണയ് വർമ്മയ്ക്ക് പകരക്കാരനായാണ് ദിനേശ് ത്രിവേദി ചുമതലയേൽക്കുന്നത്. തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിലെ സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ച് ടിവികെ അധ്യക്ഷൻ വിജയ്ക്കെതിരായ രണ്ടാമത്തെ ഹർജി മദ്രാസ് ഹൈക്കോടതി തള്ളി. വിജയുടെ ഭാര്യ സംഗീതയ്ക്ക് 12.6 കോടി രൂപ വായ്പ നൽകിയതായി സത്യവാങ്മൂലത്തിൽ കാണിച്ചതിനെതിരെയായിരുന്നു ഹർജി. ആം ആദ്മി പാർട്ടി വിട്ട് 7 രാജ്യസഭാംഗങ്ങൾ ബിജെപിയിൽ ചേർന്നതോടെ രാജ്യസഭയിലെ ബിജെപിയുടെ അംഗബലം 113ആയി. അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് ആപ് നേതൃത്വം നൽകിയ അപേക്ഷ രാജ്യസഭാ സെക്രട്ടേറിയറ്റ് തള്ളിയിരുന്നു. 245 അംഗ രാജ്യസഭയിൽ എൻഡിഎക്ക് 145 അംഗങ്ങളുടെ പിന്തുണയുണ്ട്. ഒഡീഷയിൽ സൂര്യാതപമേറ്റ് 2 മരണം. സെൻസസ് ജോലികളിൽ ഏർപ്പെട്ടിരുന്ന ബൈദ്യനാഥ് ഹൈസ്കൂളിൽ അധ്യാപകനായ രാജ് കപൂർ ഹെംബ്രാം, ജനത ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപകനായ അനുരാഗ് എക്ക എന്നിവരാണ് മരിച്ചത്. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോ 15 ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. സമാധാന ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കാൻ പാകിസ്ഥാന് പ്രാപ്തിയില്ലെന്നും അമേരിക്കയ്ക്ക് കീഴ്വഴങ്ങി നിൽക്കാനേ കഴിയൂവെന്നും ഇറാൻ പാർലമെന്റ് അംഗം. അമേരിക്കൻ താൽപര്യങ്ങൾക്കാണ് പാകിസ്ഥാൻ മുൻഗണന നൽകുന്നതെന്ന് ഇറാൻ എംപിയും ദേശീയ സുരക്ഷാ വിദേശനയ കമ്മീഷൻ വക്താവുമായ ഇബ്രാഹിം റസായി എക്സിലൂടെ പ്രതികരിച്ചു. ഇറാൻ കരുത്തോടെ അതിജീവിക്കുമെന്നും രാജ്യത്ത് സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുമെന്നും പിന്തുണ നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. പുടിനും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ജിയും മോസ്കോയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇങ്ങനെ പ്രതികരിച്ചത്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ മുൻ പ്രധാനമന്ത്രിമാരായ നഫ്താലി ബെന്നറ്റും യാർ ലാപ്പിഡും തങ്ങളുടെ പാർട്ടികളെ ലയിപ്പിക്കുന്നു. നഫ്താലി ബെന്നറ്റിന്റെ ബെന്നറ്റ് 2026, യാർ ലാപ്പിഡിന്റെ ദർ ഇസ് എ ഫ്യൂച്ചർ എന്നീ പാർട്ടികൾ ലയിച്ച് ടുഗദർ എന്ന പുതിയ പാർട്ടിയായി മാറും. നഫ്താലി ബെന്നറ്റായിരിക്കും ഈ സഖ്യത്തെ നയിക്കുക. വൈറ്റ് ഹൌസ് കറസ്പോണ്ടൻസ് അത്താഴ വിരുന്നിനിടെ വെടിവെച്ച കേസിലെ പ്രതി കോൾ തോമസ് അലൻ ഉന്നയിച്ച ആരോപണങ്ങൾ ചോദ്യങ്ങളാക്കിയ സിബിഎസ് റിപ്പോർട്ടറോട് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുപിതനായി. താൻ ബലാത്സംഗ വീരനോ ബാലപീഠകനോ അല്ലെന്ന് ട്രംപ് പറഞ്ഞു. 60 മിനിറ്റ്സ് എന്ന ടെലിവിഷൻ പരിപാടിയിൽ നോറ ഒ ഡോണലുമായി സംസാരിക്കവെയാണ് ട്രംപ് പ്രകോപിതനായത്. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ലിയോ 14 മാർപ്പാപ്പയും ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ കാന്റർബറി ആർച്ച് ബിഷപ്പായ സാറ മുല്ലല്ലിയും വത്തിക്കാനിൽ കൂടിക്കാഴ്ച നടത്തി. സമ്മാനങ്ങൾ കൈമാറുകയും ഒന്നിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്തു. യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ ഇരുവരും ആഹ്വാനം ചെയ്തു. 1534 കത്തോലിക്ക സഭയിൽ നിന്ന് വിഘടിച്ചുണ്ടായ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് എന്ന ആംഗ്ലിക്കൻ സഭയ്ക്ക് 8.5 കോടി അംഗങ്ങളുണ്ട്. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വനിത സഭാധ്യക്ഷയായത്.
ലയോ മാർപ്പാപ്പയുടെ ക്ഷണം സ്വീകരിച്ചാണ് ആർച്ച് ബിഷപ്പ് സാറാ മുല്ലല്ലി വത്തിക്കാനിലെത്തിയത്. ശ്രീലങ്കയിലെ കൊളംബോ വിമാനത്താവളത്തിൽ 110 കിലോ കഞ്ചാവുമായി 22 യുവ ബുദ്ധ സന്യാസിമാർ പിടിയിൽ. ഓരോ ലഗേജിനുള്ളിലും രഹസ്യ അറകൾ നിർമ്മിച്ച് ഒളിപ്പിച്ചുവെച്ച 5 കിലോ വീതമുള്ള കുഷ് എന്നറിയപ്പെടുന്ന വീര്യം കൂടിയ കഞ്ചാവാണ് കണ്ടെടുത്തത്. യുവ സന്യാസിമാർക്ക് തായ്ലൻഡിലേക്ക് സൌജന്യ യാത്ര നൽകി കഞ്ചാവ് കടത്താൻ ശ്രമിച്ച സംഘത്തെ പിടികൂടുമെന്ന് ശ്രീലങ്കൻ പോലീസ് അറിയിച്ചു. അഫ്ഗാനിസ്ഥാനിലെ കുനാർ പ്രവിശ്യയിലുള്ള സെയ്ദ് ജലാമുദ്ദീൻ സർവകലാശാലയ്ക്ക് നേരെ പാകിസ്ഥാൻ സൈന്യം നടത്തിയ ആക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു. 70-ലേറെ പേർക്ക് പരിക്കേറ്റു. കൊളംബിയയിൽ നടക്കാനിരിക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സഖ്യം ഭരണത്തിൽ തുടരാൻ സാധ്യതയെന്ന് പുതിയ സർവേ. ഗുസ്താവോ പെട്രോയുടെ അനുയായിയായ ഇവാൻ സെപെഡ 44.3% പിന്തുണയോടെ മുന്നിലാണ്. IPLൽ ഡൽഹി ക്യാപിറ്റൽസിനെ 9 വിക്കറ്റിന് തകർത്ത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു. ഡൽഹി ഉയർത്തിയ 76 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന RCB 6.3 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം കണ്ടു. 81 പന്തുകൾ ബാക്കി നിൽക്കെയാണ് ബാംഗ്ലൂരുവിന്റെ വിജയം. 6ാം വിജയത്തോടെ RCB 2ാം സ്ഥാനത്തെത്തി. ഡൽഹി 7ാം സ്ഥാനത്താണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ചരിത്രത്തിൽ 9,000 റൺസ് തികച്ച ആദ്യ ബാറ്ററായി വിരാട് കോഹ്ലി. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെ 9 വിക്കറ്റിന് തകർത്ത ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സിന്റെ മത്സരത്തിലാണ് കോഹ്ലി ഈ നേട്ടം സ്വന്തമാക്കിയത്. 9,000 റൺസിലെത്താൻ 11 റൺസ് കൂടി മതിയായിരുന്നു. 275 മത്സരങ്ങളിൽ 8 സെഞ്ചുറികളും 74 അർദ്ധ സെഞ്ചുറികളുമടക്കം 9,012 റൺസാണ് കോഹ്ലി നേടിയത്. 2ാം സ്ഥാനത്തുള്ള രോഹിത് ശർമ്മ കോഹ്ലിയേക്കാൾ 1,900 റൺസ് പിറകിലാണ്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.